ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ 300 ഗ്രാം പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയിലാണ് അരിഞ്ഞിരിക്കുന്നത്, നീളത്തിൽ കുറച്ച് കട്ടിയിൽ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഉരുളക്കിഴങ്ങിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യാം. ഈ മസാല എല്ലാം കിഴങ്ങിൻ്റെ കഷ്ണങ്ങളിൽ നല്ലതുപോലെ പുരട്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കാം. റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ചേർത്താൽ മതിയാകും, സൺഫ്ലവർ ഓയിലാണെങ്കിലും മതിയാകും. ഇതിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്ത പൊട്ടാറ്റോ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയത്ത് ഫ്രൈ ചെയ്യേണ്ടത്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ചിക്കി വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ഫ്രൈ ചെയ്താലേ പാകത്തിന് മുരിഞ്ഞ് കിട്ടുള്ളൂ. പൊട്ടാറ്റോ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വലുതായി കട്ട് ചെയ്ത സവാള ചേർക്കുക. 2 മീഡിയം സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സവാള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കുക. 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. സോയാ സോസ് സവാളയിൽ നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുത്ത് മുളക് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടായി തിളച്ച് വരുന്ന പാകമാകുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കാപ്സിക്കം ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസിനെല്ലാം ഉപ്പുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. നന്നായി തിളച്ച് കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ഇപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 3 മിനിറ്റ് ഈ ഗ്രേവിയിൽ കിടന്ന് മീഡിയം ഹീറ്റിൽ വേവിക്കുക. അപ്പോൾ ഈ കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുകയും ഗ്രേവിയൊക്കെ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും. 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി ഇതിലേക്ക് ചേർക്കുക. തുടരെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ 2 പിഞ്ച് കുരുമുളക് പൊടി തൂവിക്കൊടുക്കുക. പിന്നെ ചെറുതായി ചോപ്പ് ചെയ്ത കോറിയാണ്ടർ ലീവ്സ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടാക്കുക. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടോടെ തന്നെ ചപ്പാത്തിക്കൊപ്പം കഴിക്കാവുന്നതാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ കറിയാണിത്. ചപ്പാത്തിക്കൊപ്പം വളരെ നല്ലൊരു കറിയാണ്. ഒരിക്കലും ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ ചപ്പാത്തിക്ക് ഈ പൊട്ടാറ്റോ കറിയേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.